ചോദ്യപേപ്പർ ചോർത്തിയ കേസിൽ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഷുഹൈബ് കീഴടങ്ങിയത്. കേസ് MS സൊല്യൂഷൻസിനെ തകർക്കാനുള്ള ഗൂഢാലോചന എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷുഹൈബ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനു പിന്നാലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായത്. പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് കോടതി പറഞ്ഞിരുന്നു. എന്നാൽ MS സൊല്യൂഷൻസിനെ തകർക്കാൻ ഒരു പ്രധാന സ്ഥാപനം ശ്രമം നടത്തുന്നുവെന്നാണ് ഷുഹൈബ് പറയുന്നത്. ഇവർ നാട്ടിലെ പ്രാദേശിക നേതാവിന് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നു. ചോദ്യപേപ്പർ കൈപ്പറ്റിയ അധ്യാപകൻ ഫഹദിനെ അയച്ചത് മറ്റൊരു സ്ഥാപനമാണ്. ഇതിനുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും മുഹമ്മദ് ഷുഹൈബ് പറഞ്ഞു. ഇപ്പോൾ അറസ്റ്റിലായ അധ്യാപകന്റെ ഒരു പ്യൂണും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയുന്ന കാര്യമല്ല. എൻ്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ്. ആ അധ്യാപകൻ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം എന്താണെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ അടുത്തുണ്ട് ഈ അധ്യാപകർ ആരാ പറഞ്ഞയച്ചെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ MS സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതെ, അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. പേര് ഞാൻ പറയൂല. SP KK മൊയ്തീൻ കുട്ടിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് ഷുഹൈബിന്റെ മൊഴിയെടുക്കുന്നുണ്ട്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂണിനെ അറസ്റ്റ് ചെയ്തിരുന്നു. മലപ്പുറം സ്വദേശി അബ്ദുൽ നാസറിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾ ചോദ്യപേപ്പർ ചോർത്തി MS സൊല്യൂഷൻസിന്റെ അധ്യാപകനായ ഫഹദിന് നൽകുകയായിരുന്നു. അബ്ദുൽ നാസറിനായുള്ള കസ്റ്റഡി അപേക്ഷയും അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്.